ഹായ് മക്കളുമാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനേ ഇന്നൊരു ചെമ്മീൻ അച്ചാറാണ് ഇടുന്നത്. കണ്ടോ, നല്ല അടിപൊളി ചെമ്മീൻ അച്ചാർ. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 300 ഗ്രാം ചെമ്മീനാണ്. ഈ ചെമ്മീന് ഒരു അര ടീസ്പൂണ് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 പിടി കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി ഒരു അരമണിക്കൂർ വെക്കുക. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി അതിൻ്റെ കൂടെ ചേർക്കേണ്ട അച്ചാറിന് ഇടേണ്ടത് ഒരു വെളുത്തുള്ളി 15 എണ്ണം, 2 പീസ് ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ എടുത്ത് അത് വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുവും കൂടെ വറുത്ത് കൊടുത്ത് വെക്കണം. എന്നിട്ട് ചീനിച്ചട്ടി അടപ്പേ വെച്ച് നമ്മുടെ വറുത്ത് കോരി വെച്ചിട്ടില്ലേ, വറുത്ത് വെച്ചിട്ട് നമ്മൾ മുളക് വരട്ടി വെച്ചിട്ടില്ലേ, അത് ചീനിച്ചട്ടി അടപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം അതിനകത്തോട്ട് പറക്കിയിടണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അത് ഒരു സൈഡ് നന്നായിട്ടായതിന് ശേഷം വേണം മറ്റേത് തിരിച്ചിടാൻ, അല്ലെങ്കിൽ അതിനകത്തുള്ള അരപ്പൊക്കെ അങ്ങ് ഇളകിപ്പോവും. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല ഇഞ്ചിയും ഗാർലിക്കും കൂടെ പേസ്റ്റാക്കി വെക്കണം. മറ്റേ മുളക് പച്ചമുളകില്ലേ, അതിനെ ചെറുതായിട്ട് അരിഞ്ഞും വെക്കണം. ഇനി ഇത് ഒരുവിധമൊക്കെ മൂത്ത് വരാറായി. കണ്ടോ, തിരിച്ച് ഇട്ടൊക്കെ കൊടുത്ത് ഇത് മൂത്ത് വരുമ്പോഴത്തേന് ചെറിയ ഫ്ലെയിം, മീഡിയം ഫ്ലെയിം ഉപയോഗിച്ചിട്ട് കോരണം. ഇപ്പോൾ അതായി മൂത്തത് കോരണം. കണ്ടോ, ഇതിനെ കോരിയതിന് ശേഷം ഞാനിപ്പോൾ ഒഴിച്ചപ്പോൾ എണ്ണ കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ ആ പാനിൽ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചാണേ, നല്ലെണ്ണ ഒഴിച്ച് അച്ചാറിടണം. നല്ലെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഗാർലിക്കിൻ്റെയും കൂടെ പേസ്റ്റ് അതിലിട്ടിട്ട് അതിനെ മൂപ്പിക്കുന്നു. കണ്ടോ, അതിനെ നന്നായിട്ട് മൂപ്പിക്കണം. അത് ഒരുവിധം മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊരുവിധം നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് ആ 2 വറ്റൽ മുളക് അതിനകത്തോട്ട് പിച്ചിട്ട് കൊടുക്കേണ്ട. ആ വറ്റൽ മുളക് ഇടണം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടല്ലേ ആ പച്ചമുളക് ചെറുതായിട്ട് അതിനകത്തും കൂടി ഇട്ട് കൊടുത്ത് അതിനെയും കൂടെ ഇളക്കണം. അത് നന്നായിട്ട് ഒരുവിധമായി വരുമ്പോൾ അതിനകത്തോട്ട് അതായി വരണം, നന്നായിട്ട് ഒരുവിധം മൂത്ത് വരണം. മൂത്ത് വരുമ്പോഴത്തേന് അതിനകത്തോട്ട് 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് കായപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് ഒരു 1/2 ഗ്ലാസ് വിനീഗർ ഒഴിച്ച് കൊടുക്കും. ഇത് ഞാൻ കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം തിളപ്പിച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് ഒഴിച്ച് കുറച്ച് വിനീഗർ ഒഴിച്ചാൽ മതി. എന്നിട്ടിത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ 2 വറ്റൽമുളക് 4 വറ്റൽമുളക് എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുന്നു അതിനകത്ത്. കണ്ടോ, അത് ഇട്ട് കൊടുത്തതിന് ശേഷം ആ കറിവേപ്പില ഇട്ട് കൊടുത്ത് അതും ഒരുവിധമായി വന്നതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടില്ലേ ആ കൊഞ്ചും കൂടെ ചെമ്മീനും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം. അതിനകത്ത് ഇട്ട് കൊടുത്ത് അത് ഒരുവിധമായതിന് ശേഷം അതിനകത്തോട്ട് കണ്ടോ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഉലുവയും കടുകും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഇളക്കി ഒരു 2-3 മിനിറ്റ് അത് ഇരുന്ന് ഒന്നാവണം, ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. നല്ല അടിപൊളി ചെമ്മീൻ അച്ചാറാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സഹായിക്കുക. നല്ല അടിപൊളി ചെമ്മീൻ അച്ചാറാണ്. പിന്നെ നമ്മൾ ഈ അച്ചാർ കോരി ഇടുമ്പോഴത്തേനെ അത് പ്ലാസ്റ്റിക് കുപ്പി കോരാതെ കുപ്പി കോരി ഇട്ട് വെക്കണം. എന്നറിയാമോ, വിനീഗർ നമ്മൾ ഒഴിക്കുന്നത് കൊണ്ട് പ്ലാസ്റ്റിക്കും വിനീഗറുമായിട്ട് അത്
അതത്ര നല്ലതല്ല. അതുകൊണ്ട് കുപ്പിയിൽ കോരിയിട്ട് വെക്കുക. നല്ല അടിപൊളി ചെമ്മീനച്ചാറാണ്. നല്ല ടേസ്റ്റാണ്. കുറേ അധികം ദിവസം ഇരിക്കും. ഓക്കേ, ബായ്.